ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 5.3-ലെ 7th ക്വസ്റ്റ്യൻ ആണ്. The students of class 8th of a school donated rupees 2,401 in all for Prime Minister's National Relief Fund. സ്കൂളിലെ ക്ലാസ് 8ലെ സ്റ്റുഡൻസ് പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് എത്ര രൂപ ഡൊണേറ്റ് ചെയ്യുന്നത്? 2,401. Each student donated as many rupees as the number of students in the class. അപ്പോൾ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നോ ആ സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതായത് ഓരോ കുട്ടികളും കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നോ അതിൻ്റെ എണ്ണമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ആ ക്ലാസ്സിൽ 30 സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കാം. 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഓരോ കുട്ടിയും എത്ര വെച്ച് കൊടുത്തു? 30 rupees വെച്ച് കൊടുത്തു. ഇനി ആ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റും 50 rupees വെച്ചായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. ടോട്ടൽ എമൗണ്ട് ഡൊണേറ്റഡ് എത്രയാണ്? ₹2,401. ഇനി നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ എക്സ് ആയിട്ട് എഴുതാം. ലെറ്റ് ദ number of students be x. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് ആയിട്ട് എടുത്തു. നമുക്ക് എന്ത് നോക്കണം? എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ഈച്ച് സ്റ്റുഡൻറ്റ്. എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ഈച്ച് സ്റ്റുഡൻറ്റ് അതെന്തിന് ഈക്വലാണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിന് ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് അതും എക്സ് തന്നെ. അപ്പോൾ എമൗണ്ട് ഡൊണേറ്റ് ബൈ ഈച്ച് സ്റ്റുഡൻറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് ഈക്വൽ ആയതുകൊണ്ട് രണ്ടും എക്സ് തന്നെയായിട്ട് എടുക്കാം. ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എക്സ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് എമൗണ്ട് ഡൊണേറ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ആണ് 2,401 അല്ലേ? എക്സ് സ്റ്റുഡൻറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം എക്സ് ആയിട്ട് എടുത്തേനെ. അപ്പോൾ എക്സ് സ്റ്റുഡൻസ് ഓരോ സ്റ്റുഡൻസും എത്ര വെച്ചാണ് എമൗണ്ട് എന്ന് പറഞ്ഞുകൂടാ. ആ എമൗണ്ടാണ് വീണ്ടും എക്സ് എടുത്തേക്കുന്നത്. ആ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ 2,401. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് നമ്മൾ എങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ അല്ലേ? എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഈക്വൽ ടു 2,401. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2,401. എക്സ് സ്ക്വയർ 2,401 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2,401. ഇനി എങ്ങനെയാണ് 2,401ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം? 2401 അല്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് 7 കൊണ്ട് ചെയ്യാം. 7 3s are 21, ബാലൻസ് 3, 30 ആയി. 30ൽ 7 4s are 28, ബാലൻസ് 2 ഉണ്ട്. ഇപ്പോൾ 21 ആവും. 7 3s are 21. 3 + 4 + 3 10 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 കൊണ്ട് പോവില്ല. നമുക്ക് 7 കൊണ്ട് തന്നെ പോയി നോക്കാം. 7 4s are 28, ബാലൻസ് 6 എഴുതും. 63 63 7 എത്ര? 9 7s are 63. 7 7s are 49. 7 കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 7 × 7 × 7 × 7. ഇനി ഓരോ പേരിൽ നിന്നും ഓരോ സംഖ്യ എടുത്ത് എഴുതണം അല്ലേ? ഈ 7 × 7 നിന്ന് 7 എടുക്കാം. അടുത്ത പേരായ 7 × 7 നിന്ന് ഒരു പേരെടുക്കാം. പേരിൽ നിന്ന് ഒരു സംഖ്യ എടുക്കാം. അപ്പോൾ 7 × 7 വരെ 7 × 7 49. ആൻസർ എത്ര കിട്ടി? 49. അപ്പോൾ എക്സ് ഈക്വൽ ടു അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസും അതുപോലെ എമൗണ്ട് ഡൊണേറ്റഡ് ബൈ ഈച്ച് സ്റ്റുഡൻസും 49 ആണ്. ഓക്കെ, രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ രണ്ടും 49 തന്നെ. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് എത്രയാണ്? 49. 8th question. 2025 plants are to be planted in a garden in such a way that each row contains as many plants as the number of rows. അപ്പോൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നതാണ്. അതിൽ 2025 പ്ലാന്റ്സ് ഉണ്ട്.
അതെങ്ങനെയാണ് ഒരു പ്ലാന്റ് നടുന്നത്? ഈച്ച് റോ കണ്ടെയ്ൻസ് ആസ് മെനി പ്ലാന്റ്സ് ആസ് ദ നമ്പർ ഓഫ് റോസ്. ഒരു റോയിൽ ഈച്ച് റോ, ഓരോ റോയിലും എത്ര പ്ലാന്റ്സ് നടുന്നുണ്ടോ അത്രയും തന്നെ നമുക്ക് റോയും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു റോയിൽ ഇപ്പോൾ ഇവിടെ ഒരു 3 പ്ലാന്റ് ആണ് നടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ 3 റോ നടണം. മനസ്സിലായോ? ഈച്ച് റോ കണ്ടെയ്ൻസ് ആസ് മെനി പ്ലാന്റ്സ് ആർ ദ നമ്പർ ഓഫ് റോസ്. എത്ര റോസിന്റെ എണ്ണമുണ്ട്? റോ എന്ന് വെച്ചാൽ നിര അല്ലേ? എത്ര നിരകളുണ്ടോ ആ നിരകളുടെ എണ്ണമായിരിക്കണം ഓരോ നിരകളിലും നടുന്ന പ്ലാന്റ്സിന്റെ എണ്ണം. ഇപ്പോൾ 3 റോ ഉണ്ടെങ്കിൽ 3 പ്ലാന്റ്സ് വെച്ചായിരിക്കും ഓരോ റോയിൽ നടുന്നത്. ഇനി 4 റോസ് ഉണ്ടെങ്കിലോ ഇതുപോലെ 4 റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4 പ്ലാന്റ്സ് ആയിരിക്കും ഓരോ റോയിൽ നടേണ്ടത്. ഒരു റോയിൽ 4 പ്ലാന്റ്സ് വെച്ച് ഉണ്ടോ ഇതുപോലെ. മനസ്സിലായില്ലേ? അതായത് റോയുടെ എണ്ണം അതിൽ നടുന്ന പ്ലാന്റ്സിന്റെ എണ്ണവും ഈക്വൽ ആണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഇതിൽ 4 റോ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര പ്ലാന്റ് വെച്ച് നടണം? 4. കണ്ടോ? ഇപ്പം നമ്പർ ഓഫ് റോസും അതിൽ നടുന്ന പ്ലാന്റ്സിന്റെ എണ്ണവും ഈക്വൽ ആണ്. അതായത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് നടുന്നത്. കണ്ടോ? ഇതൊരു സ്ക്വയർ ഷേപ്പ് അല്ലേ? സ്ക്വയർ ഷേപ്പിലാണ് ആ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ആ പ്ലാന്റ്സ് എത്ര ഉണ്ട്? 2025 പ്ലാന്റ്സ് ആർ ടു ബി പ്ലാന്റഡ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് ദ നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ ഈച്ച് റോ. നമ്പർ ഓഫ് റോസും അതുപോലെ തന്നെ നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ ഈച്ച് റോ. ഓരോ റോയിലുള്ള പ്ലാന്റ്സിന്റെ എണ്ണവും കണ്ടുപിടിക്കാം. രണ്ടും സെയിം ആണ് അല്ലേ? അപ്പം നമുക്കത് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്തെടുക്കാം? ലെറ്റ് ദ നമ്പർ ഓഫ് റോസ് ബി എന്തായിട്ട് എടുക്കാം? എക്സ്. നമുക്കറിയില്ല, അപ്പോൾ അതുകൊണ്ട് എക്സ് ആയിട്ട് എടുക്കാം. ലെറ്റ് ദ നമ്പർ ഓഫ് റോസ് ബി എക്സ്. നെക്സ്റ്റ് നമ്പർ ഓഫ് പ്ലാന്റ്സ്. നമ്പർ ഓഫ് പ്ലാന്റ്സിൻ്റെ എണ്ണം അറിയാമോ? ഇല്ല. നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ ഈച്ച് റോ. അതെന്തിന് ഈക്വലാണ്? നമ്പർ ഓഫ് റോസിന് ഈക്വലാണ്. അപ്പോൾ അതും എക്സ് തന്നെ. ലെറ്റ് ദ നമ്പർ ഓഫ് റോസ് ബി എക്സ്. അതുപോലെ നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ ഈച്ച് റോയും എക്സ് ആണ്. കാരണം രണ്ടും സെയിം ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് രണ്ടും എക്സ് ആയിട്ട് തന്നെ എടുക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടല്ല, നമുക്ക് തന്നിരിക്കുന്നത് ടോട്ടൽ പ്ലാന്റ്സ്. പ്ലാൻ ചെയ്യാൻ തന്നിരിക്കുന്നത് ടോട്ടൽ പ്ലാന്റ്സ് ഏതാണ്? 2025. ടോട്ടൽ പ്ലാന്റ്സ് 2025 ആണ്. ഇനി നമുക്ക് ഫൈൻഡ് ദ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് പ്ലാന്റ്സും കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് റോയിൽ എക്സ് പ്ലാന്റ്സ് വെച്ച് നട്ടുമ്പോൾ ടോട്ടൽ പ്ലാന്റ് ആണ് 2025. അപ്പോൾ ഓരോ എക്സ് അല്ലേ, ഇത്ര 3 റോ ഉണ്ടെങ്കിൽ ആ 3 റോയിൽ 3 വെച്ചാണെന്നുണ്ടെങ്കിൽ ടോട്ടലാണ് ഈ 2025. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇതേ ഇൻറ്റു നമ്പർ ഓഫ് പ്ലാന്റ്സ്, നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് പ്ലാന്റ്സ്. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് പ്ലാന്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 2025. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് ഈക്വൽ ടു 2025. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2025. എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2025. ഇനി ഇങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാം? 2025. അപ്പോൾ ആഡ് ചെയ്ത് നോക്കാം. 2 + 2 + 5 9. 9 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 3 വെച്ച് ചെയ്യാം. 6 3s are 18. ബാലൻസ് 2 ഉണ്ട്, അതിവിടെ ആഡ് ചെയ്യാം. 2 7 3s are 21. ബാലൻസ് 1. 5 3s are 15. ദെൻ അഗെയിൻ 3 വെച്ച് തന്നെ 2 3s are 6. 2 3s are 6. ബാലൻസ് 1. 5 3s are 15. ഇത് ആഡ് ചെയ്യുമ്പോൾ 9. അതുകൊണ്ട് തന്നെ നമുക്ക് 3 വെച്ച് ചെയ്യാം. 7 3s are 21. ബാലൻസ് 1. 15. 5 3s are 15. ദെൻ 10 12 ഇടും. 12ഉം 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ അതുകൊണ്ട് തന്നെ 3 വെച്ച് ചെയ്യാം. 3 2s are 6. ബാലൻസ് 1. 15. 5 3s are 15. ദെൻ ഇത് ആഡ് ചെയ്യുമ്പോൾ 2 + 5 7 ആണ്. 7 3യുടെ അല്ല, അപ്പോൾ നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 5. ഇപ്പം എന്താ കിട്ടി? 3 × 3 × 3 × 3 × 5 × 5. ഇനി നമുക്കിതിൽ നിന്ന്
പെയർ ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ളത് മാത്രം എടുത്തെഴുതാം. അപ്പോൾ ആദ്യത്തെ പെയറിൽ നിന്ന് 3 ഇൻറ്റു സെക്കൻഡ് പെയറിൽ നിന്ന് 3, നെക്സ്റ്റ് നിന്ന് 5. 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 5 45. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2025ൻ്റെ ആൻസർ എന്താ? 45. അപ്പോൾ അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ ഈച്ച് റോയും എത്രയാണ്? 45. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ രണ്ടിൻ്റെ ആൻസർ 45. 9th question. Find the smallest square number that is divisible by each of the numbers 4, 9 and 10. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കുക. അതെന്ത് ചെയ്യാൻ പറ്റുമായിരിക്കണം? 4ഉം 9ഉം 10ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ സ്ക്വയർ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4ഉം 9ഉം 10ഉം കൊണ്ട് ഡിവിസിബിൾ ആയതെന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ LCM ആണ് കാണേണ്ടത് അല്ലേ? 4, 9, 10. ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? LCM കാണാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ 4ഉം 10ഉം ഈവൻ നമ്പർ ഉണ്ട്. അപ്പോൾ നമുക്കത് 2 വെച്ച് ചെയ്യാം. 2 2s are 4, 3 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ താഴോട്ട് ഇറക്കി എഴുതുക. ഇനി 10ൽ 2 5 ടൈംസ്. ഇനി ഈ 2 കളയാൻ വേണ്ടി 2 ഉപയോഗിക്കാം. 1, 9ഉം 5ഉം 2 ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 9ഉം 5ഉം എടുത്തിറക്കി എഴുതുക. ദെൻ ഇതിൻ്റെ ചെറിയ നമ്പേഴ്സാണല്ലോ ആദ്യം ഉപയോഗിക്കേണ്ടത്, അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഉപയോഗിക്കാം. 3ൽ 1 ഒന്നും ചെയ്യാനില്ല. 9ൽ 3 3 3 5 അതുപോലെ എഴുതുക. വീണ്ടും സ്മോളസ്റ്റ് പ്രൈം നമ്പറായ 3 വെച്ച് 1 3s are 3 5. ഇനി 5 ഉപയോഗിച്ച് 1 അതുപോലെ എഴുതുക. 5ൽ 5 1. അപ്പോൾ എല്ലാം ഫുൾ എന്തായി? 1 വന്നു. അതുവരെ നമ്മൾ ചെയ്യണം. എന്നിട്ട് LCM കാണാനായിട്ട് 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5. ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് 180 കിട്ടും. അപ്പോൾ LCM എത്ര കിട്ടി? 180. തീർന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 180ന് അങ്ങനെ ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, കാരണം നമുക്കിതിൽ പെയറില്ല. 2നൊരു പെയറുണ്ട്, 3നൊരു പെയറുണ്ട്, 5ക്ക് പെയറില്ല. അപ്പോൾ ഈ 180ന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആവും? 5 വെച്ച് അല്ലേ? ടു മേക്ക് perfect square, to make perfect square multiply by 5. 5 എന്താ വന്നത്? പെയറായിട്ട് ഇതിൽ ഇവിടെ പെയറിൽ 2 2 3 3 5ക്ക് മാത്രം പെയറില്ല, അതുകൊണ്ടാണ് ആ 5 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുത്തത്. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്താണ് അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും അത്. ടു മേക്ക് പെർഫെക്റ്റ് സ്ക്വയർ മൾട്ടിപ്ലൈ ബൈ 5. 180നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 180നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 900 കിട്ടും. അപ്പോൾ 900 ഒരു എന്ത് നമ്പറാണ്? പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. അപ്പോൾ ഈ ഏറ്റവും സ്മോളസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മൾ 900. എന്തുകൊണ്ട്? 4 കൊണ്ടും 9 കൊണ്ടും 10 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ, മൾട്ടിപ്ലൈ അല്ല ഡിവിഷൻ ചെയ്യാൻ പറ്റും. 4ഉം 9ഉം 10ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 900 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 10th question. Find the smallest square number that is divisible by each of the numbers 8, 50, 20. 8ഉം 15ഉം 20യും കൊണ്ട് ഡിവൈസിബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്? 8ൻ്റെയും 15ൻ്റെയും 20ൻ്റെയും നമുക്ക് LCM കാണാം. 2 കൊണ്ട് 4 2s are 8, 15 അതുപോലെ തന്നെ എഴുതുക. 20ൽ 10. വീണ്ടും 2 ഈവൻ നമ്പർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ 2 വെച്ച് ചെയ്യുന്നത് കേട്ടോ. 2 2s are 4, 15 ഒന്നും ചെയ്യാൻ പറ്റില്ല, 15 എഴുതുക. 5 2s are 10. 2 15 5. ഇനി 15ഉം 5 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? 15ൽ
നമുക്ക് 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പേഴ്സാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നേരെ പോയി 5 എഴുതരുത്, 3 ആണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ. 3 5 3s are 15 5. ഇനി 5 1 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? LCM 2 into 2 into 2 into 3 into 5. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120. അപ്പോൾ LCM 120 കിട്ടി. ഇനി നോക്കാം, പെയറാക്കി തിരിച്ചു നോക്കാം. 2 2 പെയറാണ്, പക്ഷേ ബാക്കി ഈ 2നും പെയറില്ല, ഈ 3ക്ക് പെയറില്ല, 5ക്കും പെയറില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഈ 2ഉം 3ഉം 5ഉം ഈ 3 എണ്ണത്തിനും പെയറില്ലല്ലോ. അപ്പോൾ ആ 3 എണ്ണം കൊണ്ട് നമുക്ക് 120നെ മൾട്ടിപ്ലൈ ചെയ്യണം. ടു മേക്ക് പെർഫെക്റ്റ് സ്ക്വയർ, to make perfect square, multiply by 2 3 5. multiply ചെയ്യുമ്പോൾ 120 into 2 into 3 into 5. 120നെ 2 3 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 3600 കിട്ടും. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ 8 50 20 കൊണ്ട് ഡിവൈസിബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് സ്ക്വയർ നമ്പറാണ് 3600. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.